ഇന്നത്തെ വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസിദ്ധമായിരിക്കുന്ന അനേക ചിത്രരചനകളുണ്ട്. അതിൽ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചിത്രരചനയുടെ വസ്തുതയാണ് നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത്. വാതിൽക്കൽ നിന്ന് മുട്ടുന്ന യേശു ക്രിസ്തു. ഈ വാതിൽ ഹൃദയത്തിൻ്റെ വാതിലാണ്. വാസ്തവത്തിൽ ദൈവത്തിന് നമ്മോടും നമുക്ക് ദൈവത്തോടുമുള്ള തുറവി ഈ വാതിലാണ്, ഹൃദയം എന്ന വാതിലാണ്. പൗലോസ് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. ദൈവം ലുദിയായുടെ ഹൃദയം തുറന്നു എന്ന് കാണുന്നു. ഹാർട്ട് ഈസ് എ ഡോർ ടു ഗാഡ് ആൻഡ് ഫോർ ഗാഡ് ടു അസ്. ദൈവത്തോടും ദൈവത്തിന് നമ്മോടുമുള്ള വാതിൽ ഈ ഹൃദയമാണ്. ശ്രദ്ധിക്കുക, ഈ വാതിൽ ബുദ്ധിയല്ല, അറിവല്ല, പഠനമല്ല. അങ്ങനെയെങ്കിൽ വളരെ ബുദ്ധിമാന്മാരും പഠനവും അറിവുമുള്ളവർക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തെ അനുഭവിപ്പാനും കഴിയുമായിരുന്നു. നോ, ഈവൻ നോട്ട് ദി ഇമോഷൻ. ഒരു വ്യക്തിയുടെ വികാരവുമല്ല മനുഷ്യൻ തമ്മിൽ ഉള്ള ബന്ധത്തിന് നടുവിലുള്ള കവാടം. ഹൃദയമാണ് ആ കവാടം. എല്ലാവർക്കും ഹൃദയമുണ്ട്. എല്ലാവർക്കും ദൈവത്തെ അറിയുവാനും ദൈവത്തോട് അടുത്ത് വരുവാനും ദൈവത്തെ സമീപിപ്പാനുമുള്ള അവകാശം, സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെയും എല്ലാവരും, ഹൃദയമുള്ള എല്ലാവരും ദൈവത്തെ അറിയുകയോ ദൈവത്തെ അനുഭവിക്കുകയോ ദൈവത്തിൻ്റെ വഴികൾ പഠിക്കുകയോ ചെയ്യുന്നതായിട്ട് നാം കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? നാം ഒരു വീട്ടിൽ ചെന്നു, അവിടെ വാതിൽക്കൽ ചെന്ന് മുട്ടി നാം കാത്തു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ജനലിൻ്റെ ഒരു ചെറിയ പാളി തുറന്ന ശേഷം ഒരാൾ വേഗത്തിൽ നമ്മെ ഒന്ന് നോക്കി, നിസ്സംഗ മുഖത്തോടു കൂടി നമ്മെ നോക്കിയ ശേഷം വേഗത്തിൽ ആ ജനൽപ്പാളി അങ്ങ് അടച്ചു. വി ഡോണ്ട് ഫീൽ ലൈക്ക് സ്റ്റാൻഡിങ് എനിമോർ. അവിടെ നിന്ന് കാത്തു നിൽക്കുവാനായിട്ട് നാം മനസ്സുണ്ടാകുകയില്ല. നാം വേഗത്തിൽ മടങ്ങിപ്പോകും. മറ്റൊരു വീട്ടിൽ ചെന്ന് നാം മുട്ടുന്നു. പെട്ടെന്ന് വാതിൽ തുറക്കുന്നു. ഹൃദ്യമായിട്ടുള്ള ചിരിയോടുകൂടി നമ്മെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താ ഇതിൻ്റെ വ്യത്യാസം? നമുക്കെവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മെ സ്വാഗതം ചെയ്യും, നാം ചെല്ലുവാൻ ഇഷ്ടപ്പെടുന്നവരിടത്തേക്ക് മാത്രമേ നാം പോകുവാനായിട്ട് ഇഷ്ടപ്പെടുന്നുള്ളൂ. വി ഗോ ടു എ പ്ലേസ് ഓൺലി വേ വി ആർ വെൽക്കം. നമുക്ക് സ്വാഗതമുള്ളിടത്തേക്ക് പോകുവാൻ മാത്രമേ നമുക്ക് മനസ്സുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു സത്യമാണ്. വാസ്തവത്തിൽ ദൈവം എത്രയധികം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി എത്രയധികം സ്വാഗതം നാം നൽകേണ്ടവരാണ്. ഇറ്റ്സ് ഗോഡ്, അത് ദൈവമാണ്. നമ്മുടെ ഹൃദയ കവാടത്തിൽ നിന്ന് മുട്ടുന്ന ആ രക്ഷകന്, കർത്താവിന് നാം എത്ര സന്തോഷത്തോടെ ഹൃദയമായി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഹൃദയം തുറന്നു കൊടുക്കേണ്ട ആവശ്യം മനസ്സിലാക്കിയാണ് ദാവീദ് ആ പ്രസിദ്ധമായിരിക്കുന്ന ആ വചനം തൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതെ, തുറന്ന വാതിൽ, തുറന്ന ഹൃദയം, സ്വാഗതത്തോടുകൂടി വരവേൽക്കുന്നതിനായിട്ട് റെഡ് കാർപ്പറ്റ്, ആ ചുവന്ന പരവാധാനിയുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അവനെ വരവേൽക്കുവാൻ ഒരുക്കമുള്ളിടത്തേക്ക് ഹീ വിൽ ഓൾവേസ് കം. അവനെപ്പോഴും വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന് നമ്മോടും നമുക്ക് ദൈവത്തോടുള്ള ഇടപാടുകളെല്ലാം ഈ ഹൃദയത്തിൽ ആണ് നടക്കുന്നത്. വാസ്തവത്തിൽ കർത്താവിനെ വിശ്വസിച്ച്, ഹൃദയത്തിൽ വിശ്വസിച്ചാണ് അവനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മുന്നേറ്റം, നമ്മുടെ വിശ്വാസത്തിൻ്റെ നടപ്പ്, ഇറ്റ്സ് ഓൾ വിത്ത് എ ബിലീവിങ് ഹാർട്ട്. വിശ്വാസത്തിൻ്റെ ഒരു ഹൃദയമായിട്ടാണ് നമ്മുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനുസരണവും നമ്മുടെ ജീവിതത്തിലൊക്കെയും നാം കർത്താവിനെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതെല്ലാം വിശ്വസിക്കുന്ന ഒരു ഹൃദയം മുഖാന്തരമാണ്. അതുമാത്രമോ, ദൈവത്തിൻ്റെ വചനം നാം സ്വീകരിക്കുന്ന ഹൃദയത്തിലാണല്ലോ. കർത്താവ് പറഞ്ഞ ഉപമയിൽ വ്യത്യസ്തമായിരിക്കുന്ന ഹൃദയത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എ കാഷ്വൽ ഹാർട്ട്, ശ്രദ്ധയില്ലാത്തൊരു ഹൃദയം. വഴിയരികിൽ വീണ വിത്തിനെക്കുറിച്ച് അവിടെ പറയുന്നു. ആ വഴിയരികിൽ വീണ വിത്ത്, ആ ശ്രദ്ധയില്ലാതെ, ആ ഹൃദയമില്ലാത്തൊരു കേൾവിയെക്കുറിച്ചാണ് നാം കാണുന്നത്. ചില വിത്തുകൾ അവിടെ ആ കാഠിന്യമുള്ള നിലത്ത് വീണുവെന്ന് നാം കാണുന്നു. എ ഹാർഡ് ഹാർട്ട്, കഠിനമേറിയ ഹൃദയം. അവിടെ ചിന്തയിലേക്കും ലക്ഷ്യബോധത്തിലേക്കും ഇച്ഛയിലേക്കും ആ വചനത്തിന് പ്രവേശം കിട്ടിയില്ല. കേവലം വികാരതലത്തിലുള്ള സൂപ്പർഫിഷ്യൽ, ഉപരിപ്ലവമായിരിക്കുന്ന ഒരു പ്രതികരണം മാത്രമേ വചനത്തിൽ കിട്ടിയുള്ളൂ. വേറെ ഹൃദയത്തെക്കുറിച്ച് അവിടെ പറയുന്നു, എ ഡിവൈഡഡ് ഹാർട്ട്, വിഭജിക്കപ്പെട്ട ഹൃദയം. ഒരു ഭാഗം ദൈവത്തിനും മറ്റൊരു ഭാഗം ഈ ലോകത്തിൻ്റെ ചിന്തകൾക്കുമായിട്ട് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. എന്നാൽ അവിടെ നല്ല ഹൃദയത്തെക്കുറിച്ച് പറയുന്നു. എ ഗുഡ് ഹാർട്ട്, ഒരു നല്ല ഹൃദയം ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ആവശ്യമാണ്.
ഈ നല്ല ഹൃദയത്തെക്കുറിച്ച് എത്രയധികം കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അനുതാപമുള്ള നല്ല ഹൃദയം, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഹൃദയം, ദൈവത്തെ അനുസരിക്കുന്നതിൽ ഏകാഗ്രതയുള്ള ഹൃദയം, ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കേണ്ടതിനായിട്ട് താഴ്മയുള്ള ഹൃദയം, ദൈവത്തോട് അടുത്ത് വരേണ്ടതിനായിട്ട് പരമാർത്ഥ ഹൃദയം, ദൈവത്തിൻ്റെ സമീപം അറിയുവാനായിട്ടുള്ള നുറുക്കമുള്ള ഹൃദയം, ദൈവത്താൽ നടത്തപ്പെടേണ്ടതിനായിട്ട് സത്യസന്ധമായിട്ടുള്ള ഹൃദയം. ഈ ഹൃദയത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അതെ, ഹൃദയമാണ് ദൈവമായിട്ടുള്ള നമ്മുടെ ഇടപാടിൻ്റെ അടിസ്ഥാന ഇടം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സ്പിരിച്വാലിറ്റി ഈസ് അറ്റ് ദ ഹാർട്ട്. വാസ്തവത്തിൽ ഭക്തി തന്നെയും ആത്മീയ തന്നെയും ഹൃദയ സംബന്ധിയാണ്. ഇറ്റ്സ് ഇൻ ദ ഹാർട്ട് സ്പിരിച്വാലിറ്റി ഈസ് ഡിറ്റർമിൻ. നമ്മുടെ ഹൃദയത്തിലാണ് ആത്മീയത വാസ്തവത്തിൽ നിർണ്ണയിക്കപ്പെടുന്നത്. എ റോങ് ഹാർട്ട് മേക്സ് എ റോങ് സ്പിരിച്വാലിറ്റി. തെറ്റായിട്ടുള്ള ഹൃദയത്തിൽ തെറ്റായിട്ടുള്ള ഭക്തി ഉണ്ടാകും. ഫ്രം എ റൈറ്റ് ഹാർട്ട് ദ റൈറ്റ് സ്പിരിച്വാലിറ്റി എമർജസ്. നല്ല ഹൃദയത്തിൽ നിന്ന്, ശരിയായ ഹൃദയത്തിൽ നിന്ന് ശരിയായ ഭക്തി ഉളവായിത്തീരും. തെറ്റ് സംഭവിക്കുന്ന ഹൃദയത്തിലാണ്. നാം ചിന്തിക്കുന്ന തെറ്റ് നമുക്ക് പുറത്താണ്. നാം പഠിച്ച കാര്യത്തിലും നമ്മുടെ ഉപദേശ വിഷയത്തിലും നാം ചെയ്യുന്ന കാര്യങ്ങളിലും അതൊക്കെ തെറ്റാണെങ്കിൽ തന്നെയും അതിൻ്റെ എല്ലാം പിൻപിലുള്ള പ്രധാനമായിട്ടുള്ള ഇടം ഹൃദയം തന്നെയാണ്. എറർ ഈസ് അറ്റ് ദ ഹാർട്ട്. തെറ്റും ഹൃദയത്തിൽ ഉൾപ്പെട്ടിരുന്നൊരു കാര്യമാണ്. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ദേ ഏർഡ് ഇൻ ദ ഹാർട്ട്സ്. അവരുടെ ഹൃദയത്തിൽ അവർ തെറ്റിപ്പോയി എന്ന് കാണും. തെറ്റ് സംഭവിക്കുന്ന ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിലെ തെറ്റാണ് ആത്യന്തികമായിട്ട് ജീവിതത്തിലെ തെറ്റായിട്ട് തീരുന്നത്. ഹൃദയം നേരാണെങ്കിൽ തൽക്കാലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നാം വഴുതിമാറിപ്പോയാലും നമുക്ക് യഥാസ്ഥാനപ്പെടുവാനായിട്ടുള്ള അവസരമുണ്ട്. കർത്താവ് പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിൻ്റെ ആത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. അങ്ങനെയെങ്കിൽ എല്ലാവരും സത്യത്തിൽ നടക്കേണ്ടത് ആവശ്യമാണല്ലോ. സത്യവാനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഉണ്ടല്ലോ. ബട്ട് ഓൾ ആർ നോട്ട് ലെഡ് ഇൻ ട്രൂത്ത്. എല്ലാവരും സത്യത്തിൽ നടത്തപ്പെടുന്നതായിട്ട് നാം കാണുന്നില്ല. എന്താ കാര്യം? സത്യത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ സത്യമുള്ള ഒരാളെ മാത്രമേ സത്യത്തിൽ നടത്തുവാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ഹൃദയം സത്യമുള്ളതല്ലെങ്കിൽ, പരമാർത്ഥത ഉള്ളതല്ല എങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മെ നടത്തുവാനായിട്ട് കഴിയത്തില്ല. ആ തെറ്റായ ഹൃദയം അനന്യാസിൻ്റെയും സഫീറയുടെയും ഹൃദയത്തെ സ്വാധീനിച്ചതുപോലെ, പിശാച് സ്വാധീനിച്ചതുപോലെ മരണത്തിലേക്ക്, തിന്മയിലേക്ക്, തെറ്റിലേക്ക്, ദൈവഭക്തിയിൽ അകറ്റിക്കൊണ്ടുപോകും. സത്യത്തെ സ്നേഹിക്കാഞ്ഞാൽ നാം ഭോഷ്ക്ക് വിശ്വസിക്കുമാർ നമ്മുടെ ഹൃദയത്തിന് പൈശാചിക സ്വാധീനമുണ്ടാകും. നാം വഞ്ചിക്കപ്പെടും. നാം ഓർക്കണം, വഞ്ചന, ആത്മീയ വഞ്ചന സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം സത്യസന്ധമല്ലാത്തത് കൊണ്ടാണ്. നാം തിന്മയ്ക്ക്, തെറ്റിന് നമ്മളെ തുറന്നു വിടുന്നതുകൊണ്ടാണ്. അവരോ പറഞ്ഞതുപോലെ വി ക്യാൻ ബിലീവ് ഓൺലി വാട്ട് വി വാണ്ട് ടു ബിലീവ്. നാം എന്ത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു അത് മാത്രമേ നാം വിശ്വസിക്കുകയുള്ളൂ. ദെർ ആർ സർട്ടൻ തിങ്സ് വി വാണ്ട് ടു ബിലീവ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നാം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടേതായിട്ടുള്ള കാരണങ്ങളാണ്. അതെ, നാം നമ്മുടെ ഹൃദയത്തെ നിർമ്മലതയോടും പരമാർത്ഥതയോടും സൂക്ഷിക്കുന്നില്ല എങ്കിൽ നാം തെറ്റിൻ്റെ വഴിയിലേക്ക് പോകും. ആത്യന്തികമായിട്ട് നാം തെറ്റിപ്പോകുന്നുവെങ്കിൽ, നാം വഞ്ചിക്കപ്പെടുന്നെങ്കിൽ, നമുക്ക് ഭക്തി നഷ്ടപ്പെടുന്നെങ്കിൽ ഒരിക്കലും ഒരു നേതാവിനെയോ നമ്മുടെ പഠിപ്പിക്കലിനെയോ നമ്മുടെ ചുറ്റുമുള്ള സ്വാധീനത്തിലെയോ പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം ശരിയായിരിക്കും. എന്നാൽ ആ നിലയിൽ തെറ്റായി സ്വാധീനിക്കപ്പെടത്തക്കണം, ആത്മീയമായിട്ട് വഞ്ചിക്കത്തക്കണം, നാം തന്നെ ആത്മവഞ്ചനയിലേക്ക് വരത്തക്കവണ്ണം നമ്മുടെ ഹൃദയം പരമാർത്ഥതയുള്ളത് ആയിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. പത്രോസ് പറയുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. മേക്ക് ഹിം ലോർഡ് ഓഫ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കർത്താവായിട്ട് അവനെ വിശുദ്ധീകരിപ്പിക്കുക. അതേ, കർത്താവ് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ കർത്താവായി തീരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാധീനം, അധികാരം അവൻ്റെ പക്കൽ ലഭിക്കുകയുള്ളൂ. ഒരു രാജ്യം കീഴടങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ തലസ്ഥാന നഗരി കീഴടങ്ങപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവത്തിന് അവകാശം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ഹൃദയത്തെ ദൈവത്തിന് ലഭ്യമായി തീരണം. ഓൺലി വെൻ ദ ഹാർട്ട് ഈസ് റിസീവ്ഡ് അവർ ലൈഫ് ഈസ് റിസീവ്ഡ്. നമ്മുടെ ജീവിതം ലഭ്യമാകുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം ലഭ്യമാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതവും ലഭ്യമാകുകയുള്ളൂ. ഓർക്കുക, നമ്മുടെ ഹൃദയത്തിൻ്റെ കർത്താവായിട്ട് കർത്താവ് തീരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവായിട്ടും അവന് തീരുവാനായിട്ട് കഴിയുള്ളൂ. ഇഫ് ഹീ ഈസ് നോട്ട് ദ ലോർഡ് ഓഫ് എ ഹാർട്ട്, ഹീ ഈസ് നോ ലോർഡ് ഓഫ് അറ്റ് ഓൾ. നമ്മുടെ ഹൃദയത്തിൻ്റെ കർത്താവായി അവൻ തീരുന്നില്ല എങ്കിൽ നമ്മുടെ കർത്താവേ ആയിരിക്കുന്നില്ല. വളരെ അപകടകരമായിരിക്കുന്നൊരു കാര്യമാണ് ഹാർട്ട്ലെസ് സ്പിരിച്വാലിറ്റി, ഹൃദയമില്ലാത്ത ഭക്തി. കർത്താവ് പറഞ്ഞു,
ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കും, എന്നാൽ അവരുടെ ഹൃദയം എന്നെ വിട്ടു നിൽക്കും. ദേ പ്രൈസ്, അവർ പ്രാർത്ഥിക്കുന്നു, അവർ സ്തുതിക്കുന്നു, അവർ ആരാധിക്കുന്നു, അവർ പ്രസംഗിക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയമകന്നിരിക്കുന്നു. ഹാർട്ട്ലെസ്നെസ്, ദൈവഭക്തിയിൽ ഹൃദയമില്ലായ്മ ഒരു വലിയ അപകടമാണ്. നമുക്ക് കൊടുക്കുവാനും ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും പ്രബോധിപ്പാനും വളരെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. നമ്മുടെ ഹൃദയം മാറ്റിവെച്ച ശേഷം, യെസ്, അതൊരു വലിയ കുറ്റമാണ്. ലോകത്തിൻ്റെ കുറ്റം ദൈവനിഷേധമാണ്, ഡിനയൽ ഓഫ് ഗാഡ്. എന്നാൽ ദൈവത്തെ അറിയുന്നവരുടെ കുറ്റം ദൈവത്തെ ഹൃദയം മാറ്റിവെച്ച ശേഷം സേവിക്കുകയാണ്. ഹാർട്ട്ലെസ് സ്പിരിച്വാലിറ്റി, ഹൃദയമില്ലാത്ത ഭക്തിയാണ്. ഓർക്കുക, ഹൃദയം നിങ്ങളുടെ ഭക്തിയെ സംബന്ധിച്ച്, നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച്, നാളെ നിങ്ങളുടെ ജീവിത ദിശയെ സംബന്ധിച്ചിടത്തോളം യുവർ ഹാർട്ട് ഡിറ്റർമിൻസ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന നിങ്ങളുടെ ഹൃദയമാണ്. അതുകൊണ്ട് ഒടുവിലായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ശലോമോൻ്റെ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. സകല ജാഗ്രതയോട് നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുക, അതിൽ നല്ല ജീവിതത്തിൻ്റെ ഉറവുകളൊക്കെയും ഉത്ഭവിക്കുന്നു. ടേക്ക് കെയർ ഓഫ് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തെ സസൂക്ഷ്യം നീ ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കണം. ദൈവസന്നിധിയിൽ വിനയവും നിഷ്കളങ്കനും സത്യസന്ധനുമായിരിക്കണം. ദൈവത്തോട് നിന്റെ ഹൃദയം സത്യസന്ധമല്ലെങ്കിൽ നിന്റെ ജീവിതം പോയി കഴിഞ്ഞു. എന്നാൽ സത്യമുള്ളൊരു ഹൃദയം നിനക്കുണ്ടായെങ്കിൽ നിന്റെ ജീവിതമെന്നും ദൈവസന്നിധിയിൽ സുരക്ഷയാണ്. അതെ, നാം ഒരിക്കൽ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞു. ഇസ് ഇറ്റ് ട്രൂ? സത്യമാണോ? അങ്ങനെയെങ്കിൽ ആ ഹൃദയമായിട്ട് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വരിക. സത്യസന്ധമായിട്ട് അവനെ ഹൃദയത്തിൽ അവനുമായി പങ്കുവെക്കുക, കണ്ടുമുട്ടുക, അവനായി കാത്തിരിക്കുക, സത്യസന്ധമായി അവൻ്റെ മുമ്പിൽ നിൽക്കുക, ഹൃദയത്തിൽ സത്യമുള്ളവനായിരിക്കുക. ഹാർട്ട്, ഹൃദയം എത്രയും ശ്രദ്ധാപൂർവം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫലമേൽപ്പിച്ച് ദൈവഭക്തിയിൽ നമുക്ക് ജീവിക്കാം. എന്നോടുകൂടി ഈ ലക്ഷ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല വചനത്തിന്, സന്ദേശത്തിന് ഞങ്ങളുടെ ഹൃദയത്തോട് അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയം എത്രയും ശുദ്ധമായും നിർമ്മലമായും സത്യസന്ധമായി അവിടുത്തെ സന്നിധിയിൽ സൂക്ഷിക്കപ്പെടട്ടെ. അതുകൊണ്ട് അവിടുത്തെ ഭക്തിയിൽ, അവിടുത്തെ ഇഷ്ടത്തിൽ ഞങ്ങൾ നടക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളെ സഹായിക്കും. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.